ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആഗ്രയിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് മധുരയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതായത് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം മധുരൈ. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോണേക്കുള്ള വീഡിയോ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ക്ഷേത്രങ്ങളിൽ മധുരയിൽ നിന്ന് പ്രത്യേകിച്ച് വീഡിയോസൊന്നും അലൗഡ് അല്ല. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്, ഉള്ളിലേക്ക് കയറ്റി വിടില്ല. അത്ര പുറത്ത് മാത്രം ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ മെട്രോ റെയിൽവേയും കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അത് രണ്ടും കൂടി ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ് ഈ ഉത്തർപ്രദേശിലുള്ള മധുര. ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ ബ്രജ് എന്ന പ്രദേശത്താണ് ഈ ഒരു പർട്ടിക്കുലർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് പ്രതിഷ്ഠയാണ്: കേശവദേവ പ്രതിഷ്ഠയും രാധാകൃഷ്ണ പ്രതിഷ്ഠയും. അല്ലെങ്കിൽ കേശവദേവ ക്ഷേത്രവും ഭഗവാൻ ഭാഗവത ഭവൻ ക്ഷേത്രം, അങ്ങനെ രണ്ട് ക്ഷേത്രമാണ് ഇവിടെയുള്ളത്, ഇതിനുള്ളിൽ തന്നെയുള്ളത്. ഇത് ക്ഷേത്ര സമുച്ചയമാണല്ലോ, ഗ്രൂപ്പ് ഓഫ് ക്ഷേത്രംസ് ഉണ്ട്, ടെമ്പിൾസ്. പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ജയന്തി, എല്ലാവർക്കും അറിയാവുന്ന ജന്മാഷ്ടമി അല്ലെങ്കിൽ ജന്മാഷ്ടമിയാണ് ഇവിടുത്തെ കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഉത്സവം. 1958 ഈ ആധുനിക ക്ഷേത്രം, ഈ ഡെവലപ്ഡ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു സ്ഥലത്തിന്, മധുരയ്ക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്, പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് തവണ ഈ ക്ഷേത്രം പല സമയത്തും എന്താ പറയുക നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊടുവിൽ 6-ാം നൂറ്റാണ്ടിൽ മുതലുള്ളതാണല്ലോ, അതിലൊടുവിൽ നശിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ 1970 മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചിട്ട് ഇത് തൊട്ടടുത്തുള്ള ഒരു അവിടെ ഒരു ഈദ്ഗാഹ് പള്ളി പണിതു. അത് ഈ പള്ളി അല്ലെങ്കിൽ ഈ മോസ്ക് ഇപ്പോഴും ഉണ്ട്. അത് ഈ ഒരു നമ്മൾ ഈ മധുര ടെമ്പിളിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കണക്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ പോലും ഡിഫറൻസ് ഇല്ലാതെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മോസ്ക് പണിഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസുകളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ആ സ്ഥലങ്ങളൊക്കെ കുഴിച്ച് എടുത്തപ്പോഴൊക്കെ BC 6-ാം നൂറ്റാണ്ടിലുള്ള മൺപാത്രങ്ങളും ടെറാക്കോട്ട ശില്പങ്ങളൊക്കെ കണ്ടെത്തി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറയാൻ വിത്ത് പ്രൂഫോട് പറയാൻ കാരണം. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ DMRC നടത്തുന്ന ഡൽഹി മെട്രോ സ്റ്റേഷനാണിത്. 2002 ഡിസംബർ 24-ാം തീയതിയാണ് മെട്രോ ട്രെയിൻ ഡൽഹിയിൽ ആരംഭിച്ചത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ സ്പീഡ് വരെ ആണ് ഇവിടുത്തെ ഡൽഹി മെട്രോയിലെ ട്രെയിനുകളുടെ വേഗത. അങ്ങനെയാണെങ്കിൽ പോലും ഓരോ മെട്രോ സ്റ്റേഷനിലും മാക്സിമം 20 സെക്കൻഡാണ് ഈ ട്രെയിൻ നിർത്തുക. ഡൽഹി മെട്രോയ്ക്ക് 193.2 കിലോമീറ്റർ നീളത്തിലാണ് അതിൻ്റെ റെയിൽവേയിലെ ട്രാക്കുകളുടെ നീളം. അതിൽ തന്നെ 139 സ്റ്റേഷനുകളും, ഈ 139 സ്റ്റേഷനിൽ 38 എണ്ണവും ഭൂഗർഭ സ്റ്റേഷനാണ്, അണ്ടർഗ്രൗണ്ടിലുള്ളതാണ്. 96 എണ്ണമാണ് നോർമൽ ഔട്ടറിൽ ഉപരിതലത്തിലുള്ളത്. 1960 മുതൽ ഡൽഹി മാസ്റ്റർ പ്ലാനിൽ ഡൽഹി മെട്രോവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ നമുക്ക് ഡൽഹി മെട്രോ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിന്നിരുന്നായിരുന്നു 1960 മുതൽ തന്നെ. ഈ ഡൽഹി മെട്രോൻ്റെ ശരിക്കും പണികളൊക്കെ തുടങ്ങിയത് 1998 ഒക്ടോബർ 1 മുതലാണ് പണി തുടങ്ങിയത്. ഇപ്പം ഡൽഹി മെട്രോയിൽ 6 ഡിഫറെൻറ്റ് പാതകളാണ് ഉള്ളത്. അതിൽ റെഡ് ലൈനുണ്ട്, യെല്ലോ ലൈനുണ്ട്, ബ്ലൂ ലൈനുണ്ട്, വയലറ്റ് ലൈനുണ്ട്, ഗ്രീൻ ലൈനുണ്ട്, ഓറഞ്ച് ലൈനുണ്ട്. അങ്ങനെ 6 ഡിഫറെൻറ്റ് ലൈനുകളിലാണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡൽഹി മെട്രോയെക്കുറിച്ചും മധുര ക്ഷേത്രത്തെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ നിർത്താണ്. ബായ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞങ്ങളുടെ ചാനൽ ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.